ഇങ്ങോട്ട് ഓടുന്നു, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ സ്ഥലം മേടിച്ചു ഒരു തരത്തില്. പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് പറഞ്ഞിരുന്നോ? ബാങ്കിൽ ഇത്രയും ആളുകൾ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ആരോട് പറഞ്ഞിരുന്നോന്ന്? സാവു പറഞ്ഞിരുന്നു. ഞാനല്ലേ പോകുന്നത് എപ്പോഴും, പൈസക്ക് ഞാനാണ് പോകുന്നത് എപ്പോഴും. എല്ലാ മാസവും പൈസയ്ക്ക് വേണ്ടി ഞാനാണ് പോകുന്നത്. കാരണം വിളിച്ചായിരുന്നു. സാവു പറഞ്ഞത് ഞങ്ങള് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഒരു 4 മണിയായപ്പോ ഇവിടുന്ന് പോയി. 4 മണിയായപ്പോ പോയിട്ട് 5 മണി വരെ ബാങ്കിൽ നിന്ന്. ഞങ്ങൾക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കേസാണ്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് 2 വർഷം കഴിയാതെ ഇൻഷുറൻസ് കിട്ടുകയില്ലെന്ന് പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപയിലും ഞങ്ങൾക്കിപ്പോ വേണം. 3 റെസിപ്റ്റും കൊണ്ടാണ് പോയത്, എന്റെ പേരിലുള്ളതും സാവുവിന്റെ പേരിലുള്ളതും. അപ്പൊ ആ റെസിപ്റ്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു, കാരണം ഞാൻ പോയാലും സാവുവിന് എടുക്കാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ഉണ്ടാകുന്ന കേസേ അല്ലെന്ന് പറഞ്ഞു. പൈസ ഉണ്ടാകുന്ന ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് തരാനുള്ള മാസം ഇത്ര രൂപ തരാന്ന് പറഞ്ഞ് അത് അങ്ങ് നിങ്ങളുടെ വീതം കഴിഞ്ഞു, ഇനി നിങ്ങൾ അടുത്ത മാസം 30-ാം തീയതിയൊക്കെ വന്നാൽ മതി എന്ന് സെക്രട്ടറി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു തരത്തിൽ 5 മണിയായപ്പോൾ പൈസ ഇല്ലാതെ അങ്ങ് പോയി. ആശുപത്രിയിൽ പോയി നമുക്ക് നോക്കാം, നാളെ തന്നെ ഒപ്പിക്കാവോ നോക്കട്ടെന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സാബു ചെന്ന് കഴിഞ്ഞിട്ട് നടന്നില്ല, കൊച്ചിനെ പറഞ്ഞു വിട്ടു. കൊച്ചി ചെന്ന് കഴിഞ്ഞ് കൊച്ചു പറഞ്ഞു എന്റെ അമ്മയുടെ അസുഖക്കേസാണ്, എനിക്ക് അമ്മയെ വേണം, എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കുറച്ച് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു 40,000 രൂപ കൊച്ചിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു 40,000 രൂപ തന്നു. മൊത്തം 80,000 രൂപ നമുക്ക് തന്നു. 80,000 ഒരു റെസിപ്റ്റ് തന്നു, ബാക്കി 65,000 റെസിപ്റ്റ് കയ്യിലിരിക്കുകയാണ്. അപ്പൊ സാവു പറഞ്ഞു, ഇതും കൊണ്ട് എങ്ങനെയാവാനാ, 2 ലക്ഷം രൂപയിലും വേണ്ടേ ഓപ്പറേഷന്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വേറെ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ, പല കേസുകളായതുകൊണ്ട് പല എമർജൻസികൾ വന്നുകൊണ്ട് പൈസ ഇല്ലാതെ പോയി. അപ്പൊ പൈസ വേണമല്ലോ. അത് കഴിഞ്ഞ് സാവു പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത്. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ലെന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇപ്പൊ ഉണ്ടാവുകയില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞു. റെജി പറഞ്ഞു ഞാനാ സെക്രട്ടറി, ഞാനാ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും സാവു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാവു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവര് ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു, പൈസ ഇട്ട് തരാനുണ്ട്. ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഞാൻ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു 80,000 രൂപ നിങ്ങൾക്ക് തന്നു ഓൾറെഡി, ഈ മാസത്തെ വിഹിതമായി കഴിഞ്ഞു, ഇനി ഒരു 10 പൈസ കിട്ടുമെന്ന് ഓർക്കണ്ട, പൈസ ഇനി ഉണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതും ഇതെല്ലാം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞു റെജി പൈസ ഉണ്ടാകാതെ, റെജി എന്നാണ് പുള്ളിക്കാരുടെ പേര്, റെജി പൈസ ഉണ്ടാകാതെ പറ്റുകയില്ല, ഞങ്ങൾക്ക് ഈ ഓപ്പറേഷന്റെ കേസാണ്. സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ്, പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു.